ഒരു ചായ. ഒരു ചായയിൽ എന്തിരിക്കുന്നുവെന്നല്ലേ? ചായയിൽ വിപ്ലവമുണ്ട്, വലിയൊരു സാമ്പത്തിക വിപ്ലവം. കടുപ്പത്തിൽ ഒരു ജീവിത മാർഗമാണ് ഇന്ന് ചായ. ചായയിൽ വലിയ ലാഭമുണ്ടാക്കുന്ന രണ്ട് തലമുറകളെ പരിചയപ്പെടാം. ഇതാണ് തിരുവനന്തപുരംകാരുടെ സ്വന്തം ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കട. ചന്ദ്രൻ ചേട്ടൻ ഒന്നാന്തരം ഒരു ചായ സംരംഭകനാണ്. വർഷങ്ങളായി ചായക്കച്ചവടം നടത്തുന്നു. ഇതുപോലെ എല്ലാ ദിവസവും വലിയ ജനക്കൂട്ടമാണ് എപ്പോഴും ചന്ദ്രൻ ചേട്ടൻ്റെ കടയ്ക്ക് മുന്നിൽ. ചന്ദ്രൻ ചേട്ടൻ്റെ ചായ ഒന്ന് കുടിച്ചു നോക്കാം. ചന്ദ്രൻ ചേട്ടൻ ഒരു സ്ട്രോങ് ചായ അടിച്ചു. ചന്ദ്രൻ ചേട്ടൻ ഇപ്പോൾ എത്ര വർഷമായി ചായക്കട തുടങ്ങിയിട്ട്? 35-നും 40-നും ഇടയ്ക്ക്. അച്ഛനും ചായക്കടയൊക്കെ നടത്തിയിരുന്നു. മീഡിയം ചായ കച്ചവടം മാത്രം ഒതുങ്ങിയതോ? ഇത് അങ്ങ് ഇഷ്ടപ്പെട്ട് അങ്ങ് പോകാൻ. ഹാർഡ് വർക്കാണ്. നമ്മൾ ഒരു ശരാശരി 16 മണിക്കൂറൊക്കെ ഒരു ദിവസം പണിയെടുക്കും. ഒരു ദിവസം ഇവിടെ എത്ര ചായ അടിക്കും? ഒരു 1500-ന് മേളിലെങ്കിലും വരും. ഒരു വിത്തൗട്ട് പറഞ്ഞേ ലാഭകരമായ ബിസിനസ്സാണോ ചായ? ചായക്കട ലാഭകരമായ ബിസിനസ് തന്നെയാണ്. പിന്നെ ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്ക് കുറച്ചൊക്കെ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. എത്ര പേരുണ്ട് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്? ഞങ്ങളിവിടെ 6 പേരുണ്ട്. എത്ര വരുമാനം? കൃത്യമായിട്ടും പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു 1 ലക്ഷത്തിന് മേളിലൊക്കെ വരും, എല്ലാ ചിലവും പോയിട്ട്. ചന്ദ്രചേട്ടൻ്റെ പൊടിക്കുകയും അതിനകത്ത് വരുന്നവർ ഈ ഇത് കുറച്ച് നേരം ബുദ്ധിമുട്ടിയാലും അവരിഷ്ടപ്പെടുന്ന ചായ കൊടുക്കണം. തിരുവനന്തപുരത്ത് ചായക്കാരന്മാർ മാത്രമല്ല, ചായ കൊണ്ട് ബിസിനസ് നടത്തുന്ന ചായക്കാർ കൂടിയുണ്ട്. ചായക്കാരുടെ വിശേഷങ്ങൾ കൂടി അറിയാം. സിറ്റിയിൽ പല ഭാഗത്തും പോയി, എല്ലായിടത്തും ചായക്കാരുണ്ട്. ഇവിടാണ് ഒരു ചായക്കാരി. നമ്മൾ തിരുവനന്തപുരത്തുള്ള പല പല വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പം അവരാണ് നമ്മുടെ ചായക്കാരികൾ. എന്തൊക്കെയാ വെറൈറ്റി ചായ? നമ്മുടെ എല്ലാ ചായയിലും ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഒരു ഹെർബൽ ടീ റേഞ്ച് ഉണ്ട്. എന്തുകൊണ്ടാണ് ചായ അങ്ങ് ബിസിനസ് ചെയ്യുക, അത് മാർക്കറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു? ചായ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വികാരമാണ്. നമുക്ക് ഒരു ദിവസം ഒരു 4-5 ചായയെങ്കിലും ഞങ്ങൾ കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും തേടി പോയി ചായ കുടിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് തന്നെ പോയി ചായ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം വേണം എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇതിനുള്ള വരുമാനമൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ 2 years ആയി. നമ്മൾ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5 വർഷം എടുത്തു. നമ്മളിതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, എക്സ്പെരിമെൻ്റ് ചെയ്യുക, അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുക. നമ്മൾ ഒരുപാട് ടെസ്റ്റ് എടുത്ത ശേഷമാണ് നമ്മൾ ഒരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒത്തിരി വർക്ക് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി റിസർച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തൊഴിലന്വേഷകരെ ചില്ലാകാൻ മാത്രമല്ല, രക്ഷപ്പെടാനുള്ള മാർഗം കൂടിയാണ് ചായ കച്ചവടം. ഒരു സമോവറും ഒരു തട്ടുമുണ്ടെങ്കിൽ അടിപൊളി ഒരു ബിസിനസ് ചെയ്യാം. പ്രവീൺ ദാസിനും അരുണിനുമൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.